ഫസ്റ്റ് ഓൺ 24 താനൂരിൽ ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥിയായി പ്രവാസി വ്യവസായിയും താനൂർ ഓമച്ചപ്പുഴ സ്വദേശിയുമായ മുഹമ്മദ് സമീറാണ് LDF-നായി മത്സരിക്കുക. ബി അബ്ദുറഹ്മാന്റെ വികസന വഴിയെ തന്നെ മുന്നോട്ട് പോകുമെന്ന് മുഹമ്മദ് സമീർ 24-നോട് പറഞ്ഞു. വലിയ വിജയപ്രതീക്ഷ സമീർ അവിടെ പങ്കുവെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിഖിൽ പരമേഷ് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടുകൾ. 2 തവണ വി അബ്ദുറഹ്മാൻ പ്രതിനിധീകരിച്ച താനൂര് ഇത്തവണ കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരു സ്ഥാനാർത്ഥി ഏറെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ഓമച്ചപ്പുഴ സ്വദേശിയും പ്രവാസി വ്യവസായിയുമായുള്ള മുഹമ്മദ് സമീറിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് പ്രതീക്ഷിച്ചിരുന്നോ ഇത് അങ്ങനെ ഒരു കൂടിയാലോചനകൾ മുൻപ് നടന്നിരുന്നോ? സ്ഥാനാർത്ഥിത്വം LDF ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമ്പോൾ എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഞാൻ എപ്പോഴും ഇവിടുത്തെ ഒരു പ്രവർത്തകനായിരുന്നു. അപ്പോൾ പാർട്ടിയും ഇവിടുത്തെ പ്രവർത്തകരും എന്നോടൊന്ന് ആവശ്യപ്പെട്ടു. അതിനാവശ്യപ്പെട്ടതിൻ്റെ അതിനനുസരിച്ച് ഞാനിത് ഇവിടെ മത്സരിക്കാൻ വന്നു. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ താനൂരെ 10 വർഷത്തെ റഹ്മാൻ ഖാൻ വികസനം അതിന് കണ്ടിന്യൂഷൻ വേണമെന്നുള്ള നിർബന്ധമായിട്ട് പറഞ്ഞപ്പോൾ അതിപ്പോൾ ഞാൻ ഏറ്റെടുത്തു. ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാകും. അതിന് എല്ലാവിധ പിന്തുണയും നിങ്ങൾ. താനൂരുകാർക്ക് മാമൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് വൈകാരികമായിട്ടുള്ള അടുപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. അതേ സ്നേഹം താങ്കൾക്കും ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. താനൂര് വേറെ മാമനെയാണ്. മാമന്റെ അതേപോലെ പ്രവർത്തനം മുന്നോട്ട് പോകാനാണ് കരുതുന്നത്. അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അതിന്റെ തുടർച്ച തന്നെയായിരിക്കും ഉണ്ടാവും. തുടർച്ച എല്ലാ പദ്ധതികളും തുടർച്ചയായിട്ട് മുന്നോട്ട് പോകും. അതാണ് മുന്നേ തന്നെ ഇങ്ങോട്ട് പറഞ്ഞത്. മൂപ്പര് തെരഞ്ഞെടുച്ച എല്ലാ പ്രവർത്തനമായിട്ടും മുന്നോട്ട് പോകാനാണ് കരുതിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ കാര്യമായ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ അത് ഉയർത്താൻ കഴിയുന്നുള്ള ഒരു പ്രതീക്ഷ താങ്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ വികസനം കണ്ടിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഉറപ്പാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് ഉറപ്പാണ്. ഇന്ന് മുതൽ ഇറങ്ങായി. അതെ ഇതാ ഇറങ്ങി. എന്താണ് ഒരു മുസ്ലിം ലീഗുകാരൻ, മുൻ മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് തോന്നുന്നു? താനൂര് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണ് താനൂര്. താനൂർക്കാർക്ക് അതറിയാം. ആയിരക്കണക്കിന് കോടി രൂപയാണ് താനൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ പമ്പ് ചെയ്ത് LDF ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ്. താനൂരിനെ അപ്ലിഫ്റ്റ് ചെയ്യായിരുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്ത്. ഇത് താനൂർക്കാർക്കറിയാം. അപ്പൊ എന്തായാലും അദ്ദേഹം താനൂരിലെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് നേരെ ഇറങ്ങുകയാണ്, ആളുകളിലേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നാളെ റോഡ് ഷോ ഉണ്ട്. അങ്ങനെ കൂടുതൽ പരിപാടികളുമായി, പ്രചരണ പരിപാടികളുമായി താനൂർ ഇത്തവണ നിലനിർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ പാർട്ടി ചെയ്യുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ജിജീന്ദ്രനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.